ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരെല്ലാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നോടൊന്ന് കൂട്ടുകൂടിയേക്കണേ. ഓണമൊക്കെ അങ്ങ് അടുത്ത് വരുമല്ലേ, വീടിൻ്റെ മുറ്റമൊക്കെ അങ്ങ് വൃത്തിയാക്കി എടുക്കാമെന്നങ്ങ് വെച്ച് മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ വീടിൻ്റെ പരിസരം എല്ലാം അങ്ങ് പോച്ച് കയറി ആകെ കാട് പിടിച്ചങ്ങ് കിടക്കുമായിരുന്നു. നേരത്തെ ഇതെല്ലാം ചെയ്തിരുന്നത് ഞാനാണ്. പക്ഷേ ഇപ്പം എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ ഒരു വശമാണെങ്കിൽ നിറയെ വേസ്റ്റൊക്കെ ഇട്ടാണ് നികത്തി എടുത്തേക്കുന്നത്. അതാണ് ഈ പോച്ചയൊക്കെ കയറിയാൽ തന്നെ നമുക്ക് കൈകൊണ്ട് പിച്ചെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബാക്കി വീടിൻ്റെ ഫ്രണ്ട് വശവും അപ്പുറത്ത് ബാക്കി വശമൊക്കെ നമുക്ക് കൈകൊണ്ട് പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ, മണ്ണാണ്. പക്ഷേ ഈ ഒരു സൈഡ് മാത്രം, വീടിൻ്റെ ഒരു സൈഡിൽ പണ്ട് കുളമായിരുന്നെന്നാണ് ഹസ്ബൻഡ് പറഞ്ഞത്. എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ല. അന്നേരം ആ കുളം നികത്താൻ വേണ്ടി കുറേ വേസ്റ്റൊക്കെ ഇങ്ങനെ ഇറക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ അങ്ങ് തറഞ്ഞു കിടക്കുക. അന്നേരം നമുക്കത് കൈകൊണ്ട് പിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നേരത്തെയൊക്കെ ഞാനിതങ്ങ് ചെയ്യുമായിരുന്നു. പിന്നെ എൻ്റെ കൈക്ക് പണി കിട്ടിയപ്പം ഞാൻ പിന്നെ ആ പണി അങ്ങ് നിർത്തിയതാണ് കേട്ടോ. പിന്നെ അതെ, വീടിൻ്റെ ഒരു സൈഡങ്ങ് ഞാനങ്ങ് വൃത്തിയാക്കി എടുക്കാമെന്ന് വെച്ച്. എനിക്ക് ഈ വീടിൻ്റെ മുറ്റമൊക്കെ വൃത്തിയാക്കി തരുന്നതും എൻ്റെ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് എല്ലാം വെച്ച് തരുന്നതും താഹയ്ക്കാണ്. അങ്ങനെ താഹയ്ക്ക് രാവിലെ വന്നതാണ് കേട്ടോ. എൻ്റെ ചെടികളെല്ലാം, വീട്ടിലുള്ള എല്ലാ ചെടികളും എനിക്ക് വെച്ച് തന്നിട്ടുള്ളത് താഹയ്ക്കാണ്. ഈ ഒരു പ്ലാവും ഒക്കെ എനിക്ക് വെച്ച് തന്നത് താഹയ്ക്കായിരുന്നു. അങ്ങനെ വീടിൻ്റെ ഒരു സൈഡ് ഞാൻ അങ്ങ് വൃത്തിയാക്കി എടുക്കാമെന്ന് വെച്ചു. എല്ലാം കൂടെ ഒറ്റയ്ക്ക് താഹയ്ക്കേക്ക് പാടാണല്ലോ. നമ്മളും കൂടെ ഹെൽപ്പ് ചെയ്താലല്ലേ പെട്ടെന്നൊക്കെ പണി അങ്ങ് തീരത്തുള്ളൂ. മിന്നുമോളും ഒരു സൈഡിൽ നിന്ന് എന്തൊക്കെയോ ചെയ്യുവാണ്. മിന്നു അവിടെ ഗാർഡൻ സെറ്റ് ചെയ്യുകയെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു കുഞ്ഞ് ചൂലൊക്കെ എടുത്ത് ആളവിടെ എല്ലാം അങ്ങ് തൂത്ത് വൃത്തിയാക്കുന്നുണ്ട്. എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് മിന്നു ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുവേ. അങ്ങനെ ഞാനൊരു സൈഡ് പോച്ചയെല്ലാം പിച്ചി ഇങ്ങെടുക്കുകയാണ്. ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലൊരു പശുവുള്ള വീടുണ്ട്. അന്നേരം ആ പശുവിന് കൊടുക്കാമല്ലോ നമ്മൾ പിച്ചുന്നത്. അങ്ങനെ അവർക്കൊരു ഉപകാരമാവല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ആ പോച്ചയെല്ലാം ഒരു സൈഡിലോട്ടങ്ങ് കൂട്ടിയിടുവാണേ. നേരത്തെ ഒന്നും ഇവിടെ ഇത്രയും ഇങ്ങനെയൊന്നും പോച്ചയൊന്നും ഇല്ലായിരുന്നു. നമ്മൾ അന്നേരം ഉള്ളതെല്ലാം അങ്ങ് പിച്ചി മാറ്റുമായിരുന്നു. ഇപ്പോൾ ഈ മഴയും ഒക്കെ ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെ അങ്ങ് കാട് കൂട്ടങ്ങ് പോച്ച് കയറി കിടക്കുന്നത്. അതുമല്ല, ഞാൻ കുറച്ച് നാൾ വീട്ടിലില്ലായിരുന്നാലും പനിയൊക്കെ ആയതുകൊണ്ട് എൻ്റെ വീട്ടിലൊക്കെ പോയി നിന്നപ്പോഴത്തേക്ക് ആളും അനക്കമൊന്നും ഇല്ലാതെ കടന്നത് കൊണ്ടാവാം ഇങ്ങനെ പോച്ച് കയറിയത്. പിന്നെ ഈ ഒരു സൈഡ് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പിച്ചിയെടുക്കാം. മറ്റേ അപ്പുറത്തെ സൈഡാണ്, വീടിൻ്റെ ആ പടിഞ്ഞാറ് സൈഡാണ് ഭയങ്കര പാടാണ് പിച്ചിയെടുക്കാൻ. അത് ഞാൻ നേരത്തെയൊക്കെ മൺവെട്ടിയൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ കിളച്ചായിരുന്നു അവിടെ വൃത്തിയാക്കുന്നത്. അങ്ങനെ അവിടെ വൃത്തിയാക്കി കഴിഞ്ഞാൽ ഒരാഴ്ച ഞാൻ പിന്നെ പൊങ്ങത്തില്ല. ബോഡി പെയിനും പനിയൊക്കെ ആയിട്ട് കിടപ്പിലാവും. പിന്നെ അതിന് ശേഷമാണ് ഞാൻ നിർത്തിയത്. എനിക്ക് കൈക്കും ഇങ്ങനെ വേദനയും തേയ്മാനവും ഒക്കെ ആയി. അങ്ങനെ ആ ഒരു ഇത് ഞാൻ നിർത്തിയിട്ട് പിന്നെ ആളിനെ നിർത്തിയാണ് ചെയ്യിക്കാൻ തുടങ്ങിയത്. പിന്നെ ഈ ഫ്രണ്ട് വശമൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ക്ലീൻ ചെയ്ത് ഇട്ട് കൊടുക്കും. അങ്ങനെ ഇങ്ങനെയൊക്കെ വൃത്തിയാക്കി ഇടുമ്പോഴേ എനിക്കാണെങ്കിൽ എൻ്റെ കുട്ടിക്കാലമാണ് ഓർമ്മ വരുന്നത്. പണ്ട് ഓണക്കാലത്ത് ഉമ്മയാണെങ്കിൽ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കാനൊക്കെ ഇറങ്ങുമ്പോൾ ഞാൻ ചെന്ന് അതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. അന്നൊന്നും നമുക്കിതിൻ്റെ ഒന്നും ഇമ്പോർട്ടൻസ് മനസ്സിലാവത്തില്ലായിരുന്നു. അതെ, ആ കൂട്ടത്തിൽ എനിക്കൊരു മുക്കൂറ്റിപ്പൂവും കൂടെ കിട്ടി കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ പണ്ടത്തെ കുട്ടിക്കാലമാണ് ഓർമ്മ വരുന്നത്. പക്ഷേ ഇപ്പോൾ ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ അമ്മമാരൊക്കെ അന്നൊക്കെ എന്ത് കഷ്ടപ്പെട്ടാണ് നമ്മളെ വളർത്തിയെന്നുള്ളൊരു ചിന്ത വരുന്നത്. നോക്കിയപ്പോൾ മിന്നും സെയ്റും ആദിയും ഫിദലും എല്ലാവരും ഇങ്ങ് കളിക്കാനായിട്ടും കൂടെ വന്നപ്പോഴത്തേക്കിന് ഓണം ഇങ്ങ് എത്താറായെന്ന് അങ്ങ് തോന്നി കേട്ടോ. ഇങ്ങനെ നമ്മുടെ പണ്ടത്തെ കുട്ടിക്കാലം ഇവരെയൊക്കെ കാണുമ്പം തോന്നുന്നത്. പിന്നെ താഹയ്ക്ക് അവിടെ എല്ലാം വൃത്തിയാക്കിയിട്ട് പല്ലിയരിപ്പയിട്ട് പിച്ചിയിട്ട പോച്ചയെല്ലാം ഒന്ന് നികത്തി തീയിടാനൊക്കെയുള്ള ഒരു പരിപാടിയിലോട്ട് പോവാണ്. പിന്നെ ഞങ്ങളുടെ അപ്പുറത്തുള്ള ഷീജത്താണ് ആ മതിലിൻ്റെ അടുക്കൽ നിൽക്കുന്നത്. നിങ്ങൾക്ക് കാണാമോ എന്നറിയത്തില്ല. പിന്നെ അപ്പുറത്തെ വീട്ടിലെ സാഹിറേറ്റ ഉണ്ട്. എല്ലാവരും ഇങ്ങ് കൂടി നല്ല രസമായിരുന്നേ. അങ്ങനെ ഇവർ 4 പേരും കൂടെ ഇന്ന് കളിക്കുവാണ്. ഇവരുടെ കളി കാണാനും രസമായി. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് മൊത്തത്തിൽ എൻ്റെ ഒരു കുട്ടിക്കാലം ഓർമ്മ വരുന്നത്. അതൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നമുക്കിനി ആ ഒരു കാലഘട്ടത്തിലോട്ട് പോകാനും പറ്റത്തില്ലല്ലോ. ആ സമയം കൊണ്ട് താഹയ്ക്ക മൊത്തത്തിൽ വൃത്തിയാക്കിയിട്ട് ആ പിച്ചിയിട്ട പോച്ചയെല്ലാം ഇടഞ്ഞിങ്ങനെ ഒരു സൈഡിലോട്ട് കൂട്ടിയിടുന്നുണ്ട്. അതൊക്കെ ആശാന് തീയിടാനുള്ള ഒരു പ്ലാനിലാണ്. അങ്ങനെ തീയൊക്കെ ഇട്ട് എല്ലാം ഇതാക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറേ ചെടിയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ നടണമായിരുന്നു. അങ്ങനെ ഞാൻ ഇപ്പോൾ ഇത് ഉച്ചയ്ക്ക് ശേഷമുള്ളതാണ്. താഹയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്ന് ഞാനും ഒന്ന് കുളിച്ച് ഫ്രഷായിട്ടൊക്കെ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങി. അതിൻ്റെ ഇടയ്ക്ക് പോയി ഞാൻ എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് ഇതൊക്കെ പോയി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. നമ്മൾ കുറേ നാളിന് മുമ്പേ മേടിച്ചതാണ് ഈ ഒരു ചാമ്പ. തായ്ലൻഡ് പിങ്ക് ചാമ്പയാണ് ഇത്. അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു റംബൂട്ടാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു വിയറ്റ്നാം മേർലി പ്ലാവ് മേടിച്ചിട്ടുണ്ടായിരുന്നു. തായ്ലൻഡ് പിങ്ക് ചാമ്പയല്ല കേട്ടോ, തായ്ലൻഡ് പിങ്ക് പേരയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഇത് തെറ്റിപ്പോയി. ഇത് തായ്ലൻഡ് ചാമ്പയെന്നും പറഞ്ഞ് ഞാൻ മേടിച്ചതാണ്.
എനിക്ക് എല്ലാം കൂടെ കൺഫ്യൂഷൻ ആയത് കേട്ടോ, സോറി കേട്ടോ. ഇത് തായ്ലൻഡ് ചാമ്പയാണ് കേട്ടോ. ഇത് അത്യാവശ്യം വലിയ ചാമ്പയ്ക്ക പിടിക്കുന്ന, ഇതിൽ ചാമ്പയ്ക്ക പിടിച്ചിട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ ചാമ്പയ്ക്ക പിടിച്ചതാണ് ഞാൻ മേടിച്ചുകൊണ്ട് വന്നത്. നല്ല മധുരം ഉണ്ടായിരുന്നു. 2-3 ചാമ്പയ്ക്ക ഇതിനകത്ത് ഞാൻ മേടിച്ച സമയത്തുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ കുടുംബശ്രീയുടെയൊക്കെ സമയമായി. ഇത് സീനത്തിത്തായും സതിയൊക്കെയാണ് കുടുംബശ്രീ കൂടാൻ വന്നതാണ്. 2 പേരേ ഉള്ളായിരുന്നു വന്നത്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഇനി സമയം ആവുന്നതേ ഉള്ളൂ. ഇവർ നേരത്തെ ഇങ്ങ് വന്നതാണ്. ആ സമയം കൊണ്ട് സീനത്തിത്ത ഇങ്ങനെ ചെടിയൊക്കെ വെക്കുന്ന സംശയങ്ങളൊക്കെ താഹയ്ക്കയോട് ചോദിച്ച് മനസ്സിലാക്കുക കേട്ടോ. ഇങ്ങനെ ചെടി വെക്കുന്നത് എങ്ങനെയാണ്. പിന്നെ അത് ഞങ്ങളുടെ കുടുംബശ്രീയിലെ എല്ലാ അംഗങ്ങളും വന്ന്, ശാരി ചേച്ചി, ഞങ്ങളുടെ സെക്രട്ടറി റാണി വന്നിട്ടുണ്ട്, പിന്നെ സാഹിറത്ത, എല്ലാവരും. ഇനി അംഗങ്ങളൊക്കെ വരാനുണ്ട്. ഞാനും ഇതിനകത്തിൽ അംഗമാണ്. പിന്നെ വീഡിയോ പിടിക്കാനുള്ള ഒരു ഇതിൽ മാറി നിൽക്കുവാണ്. അങ്ങനെ ഞങ്ങൾ കുറേ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ട് ഞാൻ വീണ്ടും നട്ടുവെച്ച ചെടിയിലെല്ലാം വെള്ളം ഒഴിക്കാൻ താഹിക്കാൻ പറഞ്ഞു. അങ്ങനെ വെള്ളം ഒഴിക്കാനായിട്ട് അങ്ങ് ഇറങ്ങിയതാണ്. ഇപ്പം എൻ്റെ മുറ്റം എല്ലാം അങ്ങ് വൃത്തിയായിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് എൻ്റെ മുറ്റം കാണാൻ. എനിക്ക് തന്നെ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. ചെടികൾക്കെല്ലാം അങ്ങ് വെള്ളം ഒഴിച്ചു കൊടുത്തേ. എൻ്റെ വിയറ്റ്നാം മേളിപ്ലാവിൻ്റെ ഇലകളൊക്കെ അങ്ങ് കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അത് താഹയ്ക്ക് പറഞ്ഞു അത് മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും അങ്ങനെ കൊഴിഞ്ഞു പോയത്, പിന്നെ അങ്ങ് ശരിയാവുമെന്ന് പറഞ്ഞു. പിന്നെ ലാസ്റ്റ് നടാനുള്ള പ്ലാന്റ് റംബൂട്ടാനായിരുന്നേ. അങ്ങനെ എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ഒക്കെ ആ റംബൂട്ടാൻ നടേണ്ട കുടിയിലോട്ടെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ റംബൂട്ടാനും കൂടെ നട്ടു കൊടുക്കുകയാണ് താഹയ്ക്ക്. അങ്ങനെ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു റംബൂട്ടാൻ മേടിച്ച് നടണമെന്നുള്ളത്. അങ്ങനെ ഏകദേശം ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ വീട്ടിലായിട്ടുണ്ട്. എല്ലാം എനിക്ക് നട്ട് തന്നിട്ടുള്ളത് താഹയ്ക്കയാണ്. എൻ്റെ വീട്ടിലുള്ള മിക്ക ചെടികളും, ഈ നിൽക്കുന്ന അബിയും പിന്നെ അമ്പഴം, അങ്ങനെ കുറേ പ്ലാന്റ്സ് ഉണ്ട്. അതെല്ലാം നട്ട് തന്നിട്ടുള്ള താഹയ്ക്ക. ഇനിയിപ്പോൾ ഇതൊക്കെ എൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇതിലെല്ലാം പൂവായോ കാ പിടിക്കുന്നതെന്ന് അങ്ങനെയൊക്കെയുള്ള ടെൻഷനായി. ഇനി എന്നും ഇതിൽ വന്ന് നോക്കലാണ് എൻ്റെ ഇനിയും പണി. അത് മനസ്സിനൊരു സന്തോഷമാണ് ഇങ്ങനെ ചെടികളുടെയൊക്കെ അടുത്ത് വന്ന് നിൽക്കുന്നത്. പിന്നെ ദേ താഹയ്ക്ക പണിയെല്ലാം കഴിഞ്ഞിട്ട് താഹയ്ക്ക ഇനിയും വീട്ടിലോട്ട് പോവാണ്. ഇപ്പം വൈകിട്ട് 6 മണി ആയിട്ടുണ്ട്. ആ സമയത്താണ് താഹയ്ക്ക പണി കഴിഞ്ഞിട്ട് പോകുന്നത്. ഇനിയും കുറച്ച് പണിയും കൂടെ നമ്മുടെ വീട്ടിൽ ബാക്കിയുണ്ട്. അത് 2-3 ദിവസം കഴിഞ്ഞ് താഹയ്ക്ക വന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞ് മുറ്റമൊക്കെ വൃത്തിയാക്കിയതിൻ്റെ സന്തോഷത്തിൽ ഞാൻ ചെടികളുടെ അടുത്തുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുവാണ്. എൻ്റെ മിറാക്കിൾ ഫ്രൂട്ടിൽ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ പിടിച്ച് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരെല്ലാം എന്നോടൊന്ന് കൂട്ടുകൂടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.